1986 10ാം ക്ലാസ്സിൽ 3ാം റാങ്ക് നേടിയ ഓർമ്മകൾ പുതുക്കുകയാണ് ഈ വർഷത്തെ SLC ഫലപ്രഖ്യാപനം നടത്തിയ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ്. ഇത്തവണ ഫുൾ A+കൾ കുറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പ് വിശകലനം ചെയ്യുമെന്നും ഷർമിള മേരി ജോസഫ് പ്രതികരിച്ചു. 10ാം ക്ലാസ്സിൽ റാങ്ക് സിസ്റ്റം നിലനിന്ന സമയത്ത് 86ൽ 3ാം റാങ്ക് സ്വന്തമാക്കിയ ഷർമിള മാമാണ് ഇന്ന് SLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. ആ ഒരു ഓർമ്മ മാത്രമാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. 86ലെ 3ാം റാങ്കും ഇപ്പോഴത്തെ SLC ഫലവും വിജയ ശതമാനത്തിന് നല്ല മാറ്റമുണ്ട്. അന്നത്തെ പോലെ ഒന്നല്ല. അന്ന് 46% അന്നത്തെ വിജയ ശതമാനം എന്നാണ് പഴയ ന്യൂസ് പേപ്പർ കട്ടിങ്സ് നോക്കിയപ്പോൾ കണ്ടത്. ഇന്ന് കുറച്ചും കൂടെ ലിബറലായിട്ട് മാർക്കിംഗ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ കഴിഞ്ഞ ദിവസമാണ് ചാർജ് എടുത്തത്. ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്, പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ അനുസരിച്ച്. അപ്പോൾ കരിക്കുലവും അതനുസരിച്ചുള്ള അപ്ഡേഷൻ റെഗുലറായിട്ട് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. അത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ബെനിഫിഷ്യൽ ആയിരിക്കും. ഇത്തവണ ഫുൾ A+ അങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇത്തവണ ഇല്ലാത്ത രീതിയിൽ തോന്നുന്നു. കാരണം നേരെ പകുതിയിലേക്ക് എത്തിയുണ്ട്. മുന്നേ പറയുന്ന ഒരു കാര്യമാണ് അധികം ഫുൾ A+ അധികം ലഭിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കരിക്കുലം മാറ്റമാണോ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിശകലനം ചെയ്യും. പക്ഷേ ഒരു ചേഞ്ച് ഇൻ കരിക്കുലം, ചേഞ്ച് ഇൻ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ ആയിരിക്കാം റീസൺസ് എന്നാണ് പ്രാഥമികമായ വിശകലനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.